രക്തസാക്ഷി ഫണ്ട് വെട്ടിപ്പ് ഉൾപ്പെടെയുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ ആരോപിച്ച വി കുഞ്ഞികൃഷ്ണനെ പുറത്താക്കിയ നടപടി വിശദീകരിക്കാൻ CPM വിളിച്ച യോഗം ഇന്ന് പയ്യന്നൂരിൽ. ഫണ്ട് ശേഖരണത്തിൽ അഴിമതിയില്ലെന്നും പയ്യന്നൂർ MLAയോടുള്ള കുഞ്ഞികൃഷ്ണന്റെ വ്യക്തിവൈരാഗ്യമാണ് ആരോപണങ്ങൾക്ക് പിന്നിൽ എന്നുമാണ് CPM നിലപാട്. അതിനിടെ കുഞ്ഞികൃഷ്ണനെതിരായ പയ്യന്നൂരിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിൽ പരോളിൽ ഇറങ്ങിയ CPM നേതാവ് VK നിഷാദ് ചട്ടം ലംഘിച്ചു പങ്കെടുത്ത ദൃശ്യങ്ങളും പുറത്തുവന്നു. അത് നിങ്ങളോട് പറയാൻ പാർട്ടി ഉദ്ദേശിക്കുന്നില്ല എന്നല്ലേ പറഞ്ഞേ. അത് പാർട്ടിക്കകത്ത് പറയും. പാർട്ടിയെ സ്നേഹിക്കുന്ന പാർട്ടി ബന്ധുക്കളോടും ആവശ്യപ്പെട്ടാൽ പറയും. പാർട്ടിക്കൊരു രീതിയുണ്ട്. ആരോപണങ്ങൾ തള്ളുമ്പോഴും പാർട്ടിക്കുള്ളിലെ അമർഷം പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഏരിയ കമ്മിറ്റി അംഗങ്ങളുടെയും ലോക്കൽ ബ്രാഞ്ച് സെക്രട്ടറിമാരുടെയും യോഗം ചേരുന്നത്. കടുത്ത വിഭാഗീയത നിലനിൽക്കുന്ന പയ്യന്നൂരിൽ പാർട്ടിയെടുത്ത തീരുമാനം ശരിയെന്ന് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച ആരോപണങ്ങൾ പാർട്ടി കമ്മീഷൻ അന്വേഷിച്ച് തള്ളിയതാണെന്നും ഓഡിറ്റിൽ 1 രൂപ പോലും നഷ്ടപ്പെട്ടിട്ടില്ലെന്നുമാണ് പാർട്ടി ന്യായീകരണം. അതിനിടെ പോലീസിനെ ബോംബെറിഞ്ഞ കേസിൽ 20 വർഷം ശിക്ഷിക്കപ്പെട്ട CPIM പ്രാദേശിക നേതാവ് VK നിഷാദ് കുഞ്ഞികൃഷ്ണന് എതിരായ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്ത ദൃശ്യങ്ങളും പുറത്തുവന്നു. രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ലെന്ന പരോൾ ചട്ടം ലംഘിച്ചാണ് നിഷാദ് പരിപാടിയിൽ പങ്കെടുത്തത്. അച്ഛന് സുഖമില്ലെന്ന് പറഞ്ഞ് അടിയന്തര പരോൾ നേടിയ നിഷാദ് ഇന്നലെ തന്നെ കാലാവധി പൂർത്തിയാക്കി ജയിലിലേക്ക് മടങ്ങുകയും ചെയ്തു. അതിനിടെ പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണന് അനുകൂലമായി പ്രകടനം നടത്തിയ ആളുടെ വീട്ടിൽ പാർക്ക് ചെയ്തിരുന്ന ബൈക്ക് അക്രമികൾ കത്തിച്ചു. വെള്ളൂർ സ്വദേശി പ്രസന്നന്റെ ബൈക്കാണ് കത്തിച്ചത്. 24 കണ്ണൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.